ഇന്ന് ബസ് ഇറങ്ങിയപ്പോഴേ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ മഴ ചാറാനും തുടങ്ങി കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വർത്താനം പറഞ്ഞു പോയാലേ നടക്കുന്നതിൻ്റെ മടുപ്പറിയത്തില്ലേ. ഇതിപ്പോൾ എന്നും ഒറ്റയ്ക്കാണ്. മഴയ്ക്ക് യാതൊരു കുറവുമില്ലെന്നേ. ആറ്റിലൊക്കെ കണ്ടോ നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ. മലയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മഞ്ഞും മൂടി നിൽപ്പുണ്ട്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടനെ ചേച്ചിയെ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നെ കൂടെ കയറ്റി. അവർ ടൗണിൽ പോയതായിരുന്നേ. അങ്ങനെ ഒന്ന് ഞാൻ വേഗം വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്നപ്പോഴും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറ്റുമായിരുന്നേ. പിന്നെ അമ്മ കുറേ തുണിയൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് എവിടുന്നോ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാത്രവും കൂടെ ഉണ്ടായിരുന്നു, ഒരു പോട്ട് ചെടിച്ചട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ അതിലങ്ങ് തൂക്കി വെച്ച് കേട്ടോ. കുറേ ചെടിയൊക്കെ വെച്ച്. നല്ല കാറ്റായിരുന്നേ ഇന്ന്. എന്നാന്നറിയത്തില്ല, ഭയങ്കര തണുപ്പും കാറ്റും എല്ലാം കൂടെ ആയിട്ട് പുറത്തേ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റിൻ്റെ സൗണ്ട് ആണെങ്കിലോ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മരമൊക്കെ ഒടിഞ്ഞ് വീഴുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതിനിടയ്ക്ക് ഒരു മഴയും പെയ്തേ. എൻ്റെ തുണിയായിരുന്നു കേട്ടോ കൂടുതലും അലക്കിയിട്ടിരുന്നേ. അതെല്ലാം നനഞ്ഞ് ഞാൻ പിന്നെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊക്കെ ഇട്ട് കേട്ടോ. അമ്മ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വെച്ചതാണ്. രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെക്കും. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തണുക്കുവേ. പിന്നെ ഞാൻ പോയിട്ടേ ഡാലിയയിൽ എത്തേറെ പൂവുണ്ടെന്ന് എണ്ണി കേട്ടോ. 10 എണ്ണം എങ്ങാണ്ട് ഞാൻ എണ്ണി കേട്ടോ. ഏകദേശം വിരിയാനുള്ളതും കൂടെ കൂട്ടിയിട്ട് 10 എണ്ണത്തോളം ഉണ്ടായിരുന്നേ. പിന്നെ കുറേ മൊട്ടും എല്ലാം നിൽപ്പുണ്ടേ. പക്ഷേ കാറ്റ് കാരണം പെട്ടെന്ന് ഒടിഞ്ഞു പോവാണ് കേട്ടോ. പിന്നെ ആ റോസാപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കണു. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ സംഘമുണ്ടേ. അയൽക്കൂട്ടം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതിന്ന് നമ്മുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ധൃതി പിടിച്ചുള്ള കാര്യങ്ങളാണേ. പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി ഇടണ്ടേ. ഞാനാണെങ്കിൽ മുറ്റത്ത് കൂടെ നടന്ന് ഓരോ ചെടിയും പൂവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ ചോറ് ചൂടാക്കിയെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ. കൊച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉള്ള ചോറ് എടുത്തിട്ടുണ്ടായിരുന്നേ. നിലത്തൊന്നും ചെരുപ്പിടാതെ നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ. അതുപോലെ തണുപ്പാണേ. മരച്ചിരിക്കുക കാലൊക്കെ. അതിൻ്റെ കൂടെ ഈ ചൂട് ചോറ് കഴിക്കുമ്പോൾ നല്ല സുഖമായി. പിന്നെ കൂടെ തക്കാളിക്ക് മോരൊക്കെ കൂട്ടി ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് വെറൈറ്റി ആയിട്ട് കറികൾ ഉണ്ടാക്കുകയും അതിനെല്ലാം പ്രത്യേക സ്വാദാണ്. പിന്നെ മുട്ട, കാന്താരിയും ചുവന്നുള്ളിയും കൂടെ വെച്ചൊരു സംഭവം ഉണ്ടാക്കി. പിന്നെ മീൻ വറുത്തത്, ഉപ്പേരി